കാസർഗോഡ് ജില്ലയിൽ എയിംസ് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാക്കി ജനകീയ സമിതി. കേരളത്തിന്റെ എയിംസ് പട്ടികയിൽ കാസർഗോഡിനെയും ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ജില്ലയിൽ വാഹന പ്രചാരണ ജാഥ തുടങ്ങി. ശില്പി കാനായി കുഞ്ഞിരാമൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് കരുത്തായി ഉന്നത ചികിത്സാ കേന്ദ്രമായ എയിംസ് പിന്നാക്ക ജില്ലയായ കാസർഗോഡ് സ്ഥാപിക്കണമെന്ന ആവശ്യം വർഷങ്ങളായി ജില്ലയിൽ നിന്ന് ഉയരുന്നുണ്ട്. എൻഡോസൾഫാൻ രോഗികളുള്ള മതിയായ ചികിത്സാ സൗകര്യങ്ങളില്ലാത്ത കാസർഗോഡ് അല്ലാതെ മറ്റെവിടെയാണ് എയിംസ് വരേണ്ടതെന്നാണ് ജനകീയ കൂട്ടായ്മയുടെ ചോദ്യം. കേരളത്തിന്റെ എയിംസ് പട്ടികയിൽ കാസർഗോഡിനെയും ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് വാഹന പ്രചരണ ജാഥ. ശില്പി കാനായി കുഞ്ഞിരാമൻ ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്തു. കാസർഗോഡിൻ്റെ സ്ഥിതി അത്രയും ദയനീയമാണ്. അതുകൊണ്ട് എയിംസ് ഹോസ്പിറ്റൽ കാസർഗോഡ് തന്നെയാണ്, സംശയമില്ല. അത് നിങ്ങളാണ് പറയേണ്ടത്, ഞങ്ങളെ വോയിസ് നിങ്ങളാണ് പറയേണ്ടത്. അപ്പോൾ നിങ്ങൾ പത്രക്കാരോട് പ്രത്യേകിച്ച് പറഞ്ഞു, ശക്തിയായിട്ട് പറഞ്ഞു, കാസർഗോഡാണ് എയിംസ് ഹോസ്പിറ്റൽ വേണ്ടത്. ഡോക്ടർ ഖാദർ മാങ്ങാടിന്റെ നേതൃത്വത്തിൽ മൂളിയാറിൽ നിന്ന് തൃക്കരിപ്പൂർ വരെയാണ് വാഹന പ്രചരണ ജാഥ. കാസർഗോഡ് ജില്ലയ്ക്ക് എയിംസ് ആവശ്യപ്പെടാൻ കൃത്യമായ കാരണങ്ങളുണ്ട്. ഈ സംസ്ഥാനത്ത് 25,000 ഏക്കർ റവന്യൂ ഭൂമി ലഭ്യമായ ഏക ജില്ല കാസർഗോഡ് ജില്ല മാത്രമാണ്. ഈ നാട്ടിലെ ആളുകളൊക്കെ പാവങ്ങളാണ്, പണക്കാരുണ്ടാകാം, പക്ഷേ മഹാഭൂരിഭാഗം വരുന്ന ആളുകൾക്കും വലിയ ചികിത്സാ ചെലവ് താങ്ങാൻ കഴിയാത്തതുകൊണ്ട് പൂർണ്ണമായും സൗജന്യമായി ചികിത്സ ലഭിക്കുന്ന എയിംസ് കാസർഗോഡ് ജില്ലയ്ക്ക് വേണം. അത് ജില്ലയിലെ ഏത് ഭാഗത്തായാലും പ്രശ്നമില്ല, പക്ഷേ ജില്ലയിൽ എയിംസ് വേണം. BJP നേതാവ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് അടക്കമുള്ളവർ ജാഥയിൽ പങ്കാളികളായി. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.